ലാലു, നീ ഇന്നേ വരെ സ്നേഹത്തോടെ എന്റെ ചെവിയിൽ ഒരു കിന്നാരം പോലും പറഞ്ഞിട്ടില്ലല്ലോ. ബെസ്റ്റ്. ഈ കാശിൻ്റെയും പ്രശ്നങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോൾ അതിനപ്പം നേരം. മോളെ, നിനക്ക് അടിവയറ്റിൽ വേദന എടുത്ത് കിടക്കുന്ന ദിവസങ്ങളിൽ നിന്റെ ഭർത്താവ് നിനക്ക് നിന്റെ മുതുക് തടവി തരാറുണ്ടോ? ഇല്ലല്ലേ? അവൻ നിന്നെ മടിയിലിരുത്താറുണ്ടോ? കഥകൾ പറഞ്ഞു തരാറുണ്ടോ? കിന്നരിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നിന്നെ നെഞ്ചിൽ കിടത്തി താലോലിച്ചിട്ടുണ്ടോ? നീ ആഗ്രഹിക്കുന്നില്ലേ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവന്റെ മാറിന്റെ ചൂട് പറ്റി കിടക്കാൻ? ഇനി വെറും 3 ദിവസങ്ങൾ, അത് കഴിഞ്ഞാ ഞാനും പോവും. പിന്നെ മോളും വിരസത നിറഞ്ഞ ആ പഴയ ദിവസങ്ങളും പിന്നെയും വരും, അല്ലേ മോളെ? നാളെ ഒരു ദിവസം ഞാൻ അവധിയെടുക്കാണ്. എവിടെ? എനിക്ക് ചെറിയൊരു ബിസിനസ് മീറ്റ് ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ പോവും. പോയിട്ട് വരുമ്പോൾ മോൾക്ക് ഞാനൊരു സമ്മാനം തരാം. അന്ന് പറഞ്ഞില്ലേ എന്റെ ശരീരത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഗം ഏതാണെന്ന് പറയാന്ന്? അതേതാ? അത് പറയാൻ സമയമാവുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പോട്ടെ. ഇതെന്താ സംഭവം? ആ കളഹൻ തോറ്റോടിയതാ തോന്നണേ. എന്തായിരുന്നു അവളുടെ കോൺഫിഡൻസ്? എന്നാലും നിന്നെ പോലെ പെണ്ണിന് വേണ്ടി 80 ലക്ഷം വേണ്ടെന്ന് വെച്ചാൽ അയാൾ എന്തൊരു മണ്ടന. നീ എവിടേക്ക് പോണേ? ഇത്ര നാളത്തെ ടെൻഷൻ്റെ ഇടയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്നെനിക്ക് എന്താണ് നമ്മുടെ യഥാർത്ഥ മന്ദാകിനി ദേഷ്യത്തിൽ സദസ്സിനെ നോക്കി നിൽക്കുമ്പോ സദസ്സിൽ നിന്ന് ഒരു മല്ലൻ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു: രാജൻ, സ്ത്രീസർഗം യുദ്ധം ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ലെന്ന് പടനായകന് മനസ്സിലായിട്ടുണ്ടാകണം. ഞാൻ ഇവളെ എന്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു. നാളെ ഇവളെ എഴുന്നേൽക്കില്ല. 10 ദിവസം മലമൂത്ര വിസർജനം പോലും അവൾ കട്ടിലിൽ കിടന്നായിരിക്കും. മഹാരാജൻ അനുമതി തന്നാലും. മന്ദാകിനി മല്ലനൊപ്പം മല്ലന്റെ ഗൃഹത്തിലേക്ക് പോകുന്നു. ആ രാത്രി മല്ലന്റെ ഭാര്യ കേരളത്തിൽ നിന്നും കൊണ്ടുവന്ന വിശേഷപ്പെട്ട സമ്മാനം ചമ്പൽ പാക്ക് അയാൾക്ക് കൈമാറി. ഇത് വായിലിട്ട് ചവച്ചാൽ ദീർഘസമയം ലഭിക്കും.
മല്ലൻ അർത്ഥനഗ്നനായി മന്ദാകിനിയുടെ കിടപ്പറയിലെത്തി. മന്ദാകിനിയുടെ ശരീരത്തിലേക്ക് അയാൾ ആഴ്ന്നിറങ്ങി. നാഴികകളുടെ ഇടവേളകളിൽ 6-ലധികം പ്രാവശ്യം ശുക്ലവിസർജനം ഉണ്ടായിട്ടും മന്ദാകിനി സംതൃപ്തയായില്ല. ഒടുവിൽ ഇതെന്താ ഇന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട്? സർപ്രൈസ്. നേരത്തെ വന്ന മോളെ എനിക്ക് അത്ര നേരം കണ്ടോണ്ടിരുന്നൂടെ? ഇതെന്താ കയ്യിൽ? സോറി, അത് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. ആണോ? ഞാൻ നല്ല സമയത്ത് തന്നെയാണല്ലോ വന്നത്. വാ, ഞാൻ ഭക്ഷണം എടുക്കാം. വേറെ പ്ലേറ്റ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട മോളെ, ഞാൻ ഇതിൽ തന്നെ കഴിച്ചോളാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ വേറെ പ്ലേറ്റ് എടുക്കാം. വേണ്ട മോളെ, ഈ പ്ലേറ്റ് തന്നെ മതി. അയ്യേ, ഇത് ഞാൻ കഴിച്ച എച്ചില. ആര് പറഞ്ഞു? ഛേ, വേണ്ടായിരുന്നു. എനിക്ക് മോളെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ. മോൾക്ക് ഞാനൊരു പങ്ക് തരട്ടെ. മോൾക്ക് എപ്പോഴെങ്കിലും അവൻ ഭക്ഷണം വാരി തന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ മുറിയിലേക്കൊന്ന് വരുമോ? എന്തിന്? ഞാൻ മോൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്.